ഹായ്, നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് ഓവനൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പപ്സാണ്, അത് മിനി പപ്സ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈ പൊടിയിലെല്ലാം ഓയിലും ഉപ്പും ഒക്കെ പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ കിട്ടത്തക്ക രീതിയിൽ നമുക്കൊന്ന് നന്നായി മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മുഴുവനായി നമ്മൾ ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുക്കാം. എനിക്കിവിടെ 1 കപ്പ് വെള്ളം മുഴുവനായി വേണ്ടി വന്നു ഇത് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് 1 തുള്ളി ഓയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കും. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഡാൽഡയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ 1 പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പൊടികളുടെ ഉള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് നമുക്ക് 3-4 ചെറിയ ബോൾസുകളായിട്ടൊന്ന് മാറ്റാം. ഞാനിവിടെ ഒരു 5-6 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി വലുതായിട്ട് വേണ്ട, ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെയും ഡാൽഡയും കൂടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാം നമുക്ക് ഇതുപോലെ ചേർത്ത് എല്ലാം ഒന്ന് ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് പരത്തിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കി അവിടെ നമ്മൾ ഈ ഗീ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊന്ന് നീട്ടി പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ചെറിയ സ്ക്വയറുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിലേക്ക് മുട്ടയുടെ പകുതിയാണ്, അതായത് 1 മുട്ട 4 കഷ്ണമായിട്ട് മുറിച്ചത് ഒരു ഭാഗമാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ചെറിയ പപ്സാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് മടക്കിയെടുക്കാം. 4 വശത്തും ഒന്ന് കോണോട് കോണാക്കി മടക്കിയെടുത്താൽ മതി. ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കിതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ചെറിയ പപ്സുകളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, മിനി പപ്സ്. അപ്പം നമുക്ക് ഓവനൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒന്നും മറക്കല്ലേ. താങ്ക്